ഒരു നീണ്ട ഹോസ്പിറ്റൽ വാസത്തിൻ്റെ ക്ഷീണം ഒന്ന് മാറി വന്നപ്പോഴത്തേക്കും ഹെൻസ് ബേബിക്ക് വീണ്ടും പനിയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേ. ചിലർ പറയാറുണ്ട് കേട്ടോ, കുട്ടികൾക്ക് ഫസ്റ്റ് ബർത്ത്ഡേ വരുമ്പോൾ ഒരു ചെറിയ പനി വരുമെന്ന്. ഇനി ആ വഴിയിൽ സ്പെഷ്യലായിട്ട് വന്ന അതിഥിയാണെന്നൊന്നും അറിയില്ല കേട്ടോ ഈ പ്രാവശ്യത്തെ പനി. എന്തായാലും വെച്ചുകൊണ്ടിരിക്കേണ്ട, കൈയോടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ പേഷ്യൻസ് കുറവായിരിക്കും എന്ന് വിചാരിച്ചാണ് കേട്ടോ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടായിരുന്നേ. ഇന്നത്തെ ഡോക്ടറിൻ്റെ പേഷ്യൻസിൻ്റെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ടോക്കണ് 40 ഞാനും എൻ്റെ സിസ്റ്ററും കുറച്ചധികം നേരം ഇവിടെ പോസ്റ്റ് ആയെങ്കിലും ഹെൻസ് ബേബിക്ക് കളിക്കാൻ ആൾക്ക് പറ്റിയൊരു കൂട്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഹെൻസ് ബേബിക്ക് ഇവിടുന്ന് കിട്ടിയ ഫ്രണ്ട്സിൻ്റെ നമ്പർ നമ്മളെ തൊട്ടടുത്ത മെമ്പർ ആയതുകൊണ്ട് തന്നെ നമ്മളെ ടോക്കൺ വിളിക്കുന്നതിന് മുമ്പ് വരെ ഹെൻസ് ബേബി കളിപ്പിക്കാൻ അവർ കൂടെ ഉണ്ടായിരുന്നേ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ഹെൻസ് ബേബീനെ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരുന്നിരുന്ന് പോസ്റ്റായ ഞങ്ങൾ പെട്ടെന്ന് മെഡിസിൻ വാങ്ങി പോകാമെന്ന് പറഞ്ഞ് ഫാർമസി ചെന്നപ്പോൾ അവിടെ അതിനെക്കാട്ടിയും തിരക്ക്. ഇനി നിന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തീരെ ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണേ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഈ ഒരു പനി കാരണം ഹെൻസ് ബേബി വല്ലാണ്ട് അങ്ങ് മോശമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളെ ഒന്ന് ബൂസ്റ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കരുക്കും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മൾ നേരെ വന്നത് നമ്മുടെ വീടിനടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലേക്കാണ് കേട്ടോ. ഇവിടെ വന്ന് പ്രിസ്ക്രിപ്ഷൻ കാണിച്ചപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഇവിടെ ഒന്നും കിട്ടാത്ത മെഡിസിനാണ് ഡോക്ടർ എഴുതി. തൽക്കാലം നമ്മൾ ഹെൻസ് ബേബിയുടെ ഫോമുല വാങ്ങി വീട്ടിൽ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.